എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം കേട്ടോ. ഇതിൽ ഗരം മസാലയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ. നമുക്ക് വളരെ എളുപ്പത്തിൽ മസാലകളൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ചിലത് കുറച്ച് വലുതും ഉണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, മാക്സിമം മുറിച്ചെടുക്കാൻ പറ്റണതൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ. ഇത് മാറ്റി വയ്ക്കാം. എല്ലോട് കൂടിയ ചിക്കൻ പീസസ് ആയിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൺലെസ് പീസസ് ആണെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൽ മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി തന്നെ ചേർക്കണത്. പിന്നെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ. കോൺഫ്ലോർ 1/2 കപ്പ്, ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡാർക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ചില്ലി സോസ് ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മതി. അതും 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, മുളക് പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കോക്കനട്ട് വിനെഗറാണ്, 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാക്കി മാറ്റാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് അങ്ങനെയില്ല, ഒരു തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവ് വെള്ളം. അതായത് ചിക്കൻ ഒരു ചെറിയ കോട്ടിങ് വേണം, അത്ര തന്നെ മതി. ഇതേ കുറച്ചൊരു ലൂസായിരുന്നു, ഞാൻ ഒരു 1/4 കപ്പ് മൈദയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കായിട്ടുള്ളൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല ചിക്കന്. നമ്മുടെ ബാറ്റർ റെഡി ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ഇടാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്നും കൂടി ലൂസായിട്ട് മാറും. അതിനുശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഗരം മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രിയൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം റെഡിയാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും കേട്ടോ. തീരെ സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക, അതിനുശേഷം മാത്രം ഉണ്ടാക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം കേട്ടോ. ഇനി ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കോട്ടിങ് തന്നെ മതി, ഓവറായിട്ടുള്ള കോട്ടിങ് വേണ്ട. ഓരോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്, അതായിരിക്കും നന്നായിട്ട് വരാം. ഷാലോ ഫ്രൈ ചെയ്യണേ കാണും, കാരണം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം.
ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. പക്ഷെ എന്നാൽ മീറ്റ് ഒരുപാട് സമയം ഇട്ടിട്ട് എന്താ പറയുക ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ ഇരിക്കണത്, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം കണ്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാട്ടെ. ഇത്രയും മതി. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാം. ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് സ്പൈസി അല്ല, ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ റോളിൽ വയ്ക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില പീസസ് കുറച്ച് വലുതാണ്. ഒരു വിങ്സിൻ്റെ ഭാഗമൊന്നും ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ തന്നില്ല. ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. ഉപ്പും എരിവൊക്കെ നല്ല പെർഫെക്റ്റ്. ഒരുപാട് സ്പൈസി ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ നല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് മസാലയൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു ഫ്രൈ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കണം ഇതിൽ ഒരു എരിവായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക.